വടകര MDMA കേസിൽ പിടിയിലായ മരുതോങ്കര സ്വദേശി കീർത്തന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്ത അധ്യാപികയായിരുന്നു. എന്തായാലും സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണിപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് തങ്ങൾ ഇത്തരത്തിൽ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത് എന്നാണിപ്പോൾ ഇരുവരും പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അധ്യാപികമാർ പ്രതികളായ MDMA കേസിൽ അങ്ങനെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ലഹരി മാഫിയ ആദ്യം ഇവർക്ക് MDMA ഉപയോഗിക്കാൻ നൽകുകയായിരുന്നു. ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടതോടെ ഇവർ വിൽപ്പനയിൽ പങ്കാളികളായി. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇരുവരും മാഫിയയുമായി ബന്ധം സ്ഥാപിച്ചതെന്നും ലഹരി മരുന്ന് ഇടപാടുകളാണ് സംഘം നടത്തുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബന്ധപ്പെട്ടതെന്നും പോലീസിന് നിർണായകമായ വിവരം കിട്ടിയിട്ടുണ്ട്. മംഗളൂരുവിലുള്ള ഒരു സുഹൃത്താണ് ഇവർക്ക് ആദ്യം ലഹരി നൽകിയത്. രണ്ടുപേരും അധ്യാപികമാരായതിനാൽ മാഫിയ ഇവരെ പരമാവധി ഉപയോഗപ്പെടുത്തുകയായിരുന്നു. കമ്മീഷൻ വ്യവസ്ഥയിലായിരുന്നു അധ്യാപികമാരുടെ കച്ചവടം. 50,000 രൂപയുടെ MDMA വിൽക്കുമ്പോൾ 3,000 രൂപയാണ് കമ്മീഷനായി ലഭിച്ചതെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്. അതേസമയം മറ്റൊരാൾക്കുകൂടി ഇതിൽ പങ്കുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതൊരു അധ്യാപികയാണോ എന്ന കാര്യത്തിലും ഇപ്പോൾ പോലീസിന് സംശയമുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് കാര്യങ്ങളെത്തൂ. എന്തായാലും കേസിൽ പിടിയിലായ അധ്യാപിക കാവ്യയെയും കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിട്ടിരുന്നു. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് സൂചന. വടകര CIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും. കഴിഞ്ഞ വർഷം പേരാമ്പ്രയിൽ നടത്തിയ ലഹരി വിരുദ്ധ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തിരുന്നു കീർത്തന. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊപ്പം സൂംബ ഡാൻസ് കളിച്ചിരുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുകയായിരുന്നു ഈ രണ്ട് അധ്യാപകരും. അതുകൊണ്ട് തന്നെ ഇവർ പിടിയിലായി എന്ന വാർത്ത കേട്ടതിന്റെ ഞെട്ടലിലാണ് സഹപ്രവർത്തകരും. കീർത്തന പിടിയിലായതിനു ശേഷവും കൂരാച്ചുണ്ട് സ്വദേശിയായ കാവ്യ ജോലിക്കെത്തിയിരുന്നു. അന്നേ കാവ്യയുടെ പെരുമാറ്റത്തിൽ സഹപ്രവർത്തകർക്ക് സംശയം തോന്നിയിരുന്നു. പിടിയിലായതോടെ സംശയം ശരിയാണെന്ന് തെളിഞ്ഞു. ലഹരി ആവശ്യപ്പെടുന്നവരിൽ നിന്ന് QR കോഡ് വഴി സ്വന്തം അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുകയായിരുന്നു ഇവരുടെ രീതി. പണം ലഭിച്ചാൽ ലഹരി മരുന്ന് ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തിന്റെ GPS ലൊക്കേഷൻ ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കും. ഈ സ്ഥലത്തെത്തുമ്പോൾ സംഘത്തിലെ മറ്റൊരാൾ ലഹരി കൈമാറുന്നതായിരുന്നു രീതി. കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന വൻ തുക പോലീസിന്റെ സംശയം ഒഴിവാക്കാനായി സുഹൃത്തായ കാവ്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു. MA സൈക്കോളജി ബിരുദധാരിയായ കാവ്യ നിലവിൽ ചെറുവാളൂർ ഗവൺമെന്റ് LP സ്കൂളിനോട് ചേർന്നുള്ള ഓട്ടിസം സ്കൂളിൽ ജോലി ചെയ്യുകയായിരുന്നു. 2 വർഷം മുൻപ് അപകടത്തിൽ പരിക്കേറ്റ കാവ്യയുടെ ചികിത്സയ്ക്കായി മറ്റ് അധ്യാപകർ പിരിവെടുത്ത് പണം നൽകിയിരുന്നു. എന്നാൽ അടുത്തിടെ കാവ്യ പുതിയ ആഡംബര കാർ വാങ്ങിയതും സഹപ്രവർത്തകരിൽ സംശയം ഉണ്ടാക്കിയിരുന്നു. വിദേശത്തുള്ള സഹോദരന്റെ വാഹനമാണിതെന്നായിരുന്നു കാവ്യ അതിന് നൽകിയ വിശദീകരണം.